എൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന SNDP യോഗത്തിൻ്റെയും അകമഴിഞ്ഞ നന്ദി ആമുഖമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എനിക്ക്. കാരണം വയസ്സ് 85ആയി, ഇത് പൂർത്തിയാകാൻ പോകും. ഇനി 86ലേക്ക് പ്രവേശിക്കാൻ അല്പം മാസങ്ങളേ ഉള്ളൂ, ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ചോദിക്കാറ്, ചെറുപ്പക്കാരോട് നല്ല ചിരിക്കുന്നുണ്ട്, വേറെ ചെറുപ്പക്കാർ തന്നെ ചോദിച്ചോളൂ. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, സമൂഹത്തെ ഉദ്ധരിക്കാൻ. അദ്ദേഹം തന്നെ വലിയൊരു കണക്ക് പറഞ്ഞില്ലേ, ഇവിടുത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 കൊല്ലമായെന്നാണ് പറയുന്നത്. ആ 75 കൊല്ലമായിട്ട് പോലും ചില വിഭാഗങ്ങൾ ഇന്നും ദാരിദ്ര്യരേഖ, 75,000-ഓളം ആളുകൾ ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അവരെ കൂടി ഉയർത്തുവാനുള്ള കർമ്മ പദ്ധതികൾക്ക് ആവിഷ്കരിക്കുവാനുള്ള തീവ്ര യത്നത്തിലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യോ രക്ഷിക്കളെ, എന്റെ കാൽ തന്നെ ഒഴിക്കാൻ കൊണ്ടുപോവാളെ ഇവന്മാരെ. ഇതുവരെ ഞങ്ങൾ വളയമില്ലാതെ ചാടിക്കൊണ്ടിരിക്കുകയാണ്, ഇനി വളയത്തിൽ കൂടി. അതുകൊണ്ട് ആ വിഷയം വിട്ടാണ് നിങ്ങൾ എന്നെ അതിനകത്തിട്ട് കുഴയ്ക്കാമെന്ന് നിങ്ങൾ നോക്കണ്ട. ഞാൻ കുഴയല, എനിക്കൊരു നിലപാടുണ്ട്. ഞാനൊരു നിലപാട് നിന്നാൽ സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെതാണ് എൻ്റെ നിലപാട്. അത് ആര് പറഞ്ഞാലും അതിൽ നിന്ന് മാർക്കില്ല. ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയില്ല എന്ന മട്ടിൽ ഈ കേളനായ പിണറായി അവിടെ ഇരുന്നു. ഞാനിപ്പോഴൊന്നും ചാകുന്ന ലക്ഷണമില്ല. അവർ പറഞ്ഞവർ പലരും ചത്തു. ഞാൻ ഇനിയും പലരെയും പപ്പടം തിന്നിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടി ഉടനെ ഒന്നും ആശിക്കണ്ട. നിന്നെ സിനിമയിലെടുത്തടാ. പിണറായി പോയാലും ഞാൻ കാണും. എന്റെ ദൈവമേ, പേര് വേണ്ട. പേര് കിട്ടിയില്ലേലും കുഴപ്പമില്ല, നമുക്ക് വേറെ പേരിടാം. നായ്ക്കൊല്ലം കിട്ടിയ കുറയ്ക്കണ്ടേ?